നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു. വലിയ പ്രതീക്ഷയിലാണ് മുന്നണികളൊക്കെ. സംസ്ഥാനത്ത് പോളിംഗ് ശതമാനം വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രതീക്ഷയും മുന്നണികൾക്കുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് മലമ്പുഴയിലെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള C. കൃഷ്ണകുമാറിനൊപ്പമാണ്. ഈ മലമ്പുഴ എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ളൊരു ത്രികോണ മത്സരമൊക്കെ നടന്ന മണ്ഡലമാണ് ഈ തവണയും. അപ്പോൾ പോളിംഗ് ശതമാനത്തിലും വലിയൊരു വർധനവ് മലമ്പുഴയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അനുകൂലമാകുന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും മലമ്പുഴയിൽ ധാരാളം ഇരട്ട വോട്ടുണ്ടായിരുന്നു. SIR വന്നതോടുകൂടി ആ ഇരട്ട വോട്ടുകൾ അത് റിമൂവ് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ഇരട്ട വോട്ട് സംബന്ധിച്ച് ഞാൻ പരാതി നൽകിയാണ്. ഇപ്പോൾ SIRന് ശേഷം 19,560 വോട്ടോളം നീക്കം ചെയ്യപ്പെട്ടു. അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഘടകമാണ്. കാരണം കാലാകാലങ്ങളായിട്ട് ഈ ഇരട്ട വോട്ട് നിലനിർത്തി അത് ഉപയോഗിച്ചിരുന്നത് CPM ആണ്. ഇത്തവണ ഞങ്ങൾക്കത് ഗുണം ചെയ്യും. അതുപോലെ തന്നെ മലമ്പുഴയിൽ കഴിഞ്ഞ 60 വർഷക്കാലമായിട്ട് നടക്കാത്ത വികസന മുരടിപ്പ് അത് വലിയ ചർച്ചയായ തെരഞ്ഞെടുപ്പാണിത്. ഇതെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. ഈ മലമ്പുഴയിൽ കള്ളവോട്ട് ആരോപണം അന്ന് ഈ വോട്ടെടുപ്പിൻ്റെ സമയത്തുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ താങ്കൾ എത്തി വലിയ രീതിയിലുള്ള ഇടപെടലൊക്കെ നടത്തിയിരുന്നു. അതുപോലെ മണ്ഡലത്തിൽ എല്ലാ സമയത്തും ഇടപെടൽ നടത്തുന്ന ആൾ തന്നെയാണല്ലേ? അതെ, കാരണം 2016 ഞാൻ മലമ്പുഴയിൽ മത്സരിച്ച ശേഷം അവിടുത്തെ ജനകീയ വിഷയങ്ങൾ, അത് നടക്കാവ് മേൽപ്പാലം, മലമ്പുഴ റിംഗ് റോഡ്, വന്യമൃഗങ്ങളുടെ ശല്യം, നെൽകർഷകരുടെ പ്രശ്നങ്ങൾ, അങ്ങനെ അവിടുത്തെ ആ മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം, ഈ ജനകീയ പ്രശ്നങ്ങളിൽ നിരന്തരമായിട്ട് ഞാൻ ഇടപെട്ട് വന്നിരുന്നതാണ്. അതുകൊണ്ട് ജനങ്ങൾക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും ആ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ആ മണ്ഡലത്തിൽ നിരന്തരമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ അവരുടെ വലിയൊരു അംഗീകാരം ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കുണ്ടായിരുന്നു. CPM കാലാകാലങ്ങളായിട്ട് അവിടെ കള്ളവോട്ട് ചെയ്തിട്ടാണ് വിജയിച്ചിരുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വലിയൊരു അളവ് വരെ തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇരട്ട വോട്ട് നീക്കം ചെയ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള കള്ളവോട്ടുകൾ ചെയ്യുന്നത് ഫലപ്രദമായിട്ട് ഞങ്ങൾക്ക് തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങളുടെ വിജയപ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതാണ്. തുടർച്ചയായൊരു ഇടത് ഭരണമാണ് മലമ്പുഴയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ ഒരു ഭരണവിരുദ്ധ വികാരം മലമ്പുഴ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ വലിയ വികാരമല്ല, പാർട്ടി CPMൻ്റെ പ്രവർത്തകരുടെയും അനുഭാവികളുടെ ഇടയിൽ പോലും വലിയ വികാരമാണ്. കാരണം അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുടിവെള്ളം, ഏറ്റവും കൂടുതൽ നെൽകർഷകരുള്ള മണ്ഡലമാണ്. അവിടുത്തെ സംഭരിച്ച് നെല്ലിൻ്റെ വില കിട്ടാതിരിക്കുക, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അകത്തേത്തറ നടക്കാവ് മേൽപ്പാലം, മലമ്പുഴ റിംഗ് റോഡ്, അതുപോലെ തന്നെ വാരണിയിലെ തകർന്ന പാലം, കൊടുമ്പിലെ പാളയം പാലം, ഇതെല്ലാം കാലാകാലങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാൻ കഴിയാത്തതിനെതിരായിട്ട് വലിയ പ്രതിഷേധം അവരുടെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് ഞങ്ങൾ ഇത്തവണ വലിയ പ്രചരണ വിഷയമാക്കിയിട്ടുണ്ട്. അത് BJPക്ക് ഗുണം ചെയ്യും. ഈ സ്ത്രീ വോട്ടർമാരാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ളത്. അത് BJPക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും സ്ത്രീ വോട്ടർമാരെ സംബന്ധിച്ചോളം അവർക്ക് ഈ പ്രശ്നങ്ങൾ അവർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആളാണ്. കുടിവെള്ളം അവർ ഏറ്റവും അധികം അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. ഈ കുടിവെള്ള പ്രശ്നം മൂലം രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ. അവരുടെ ഇടയിൽ ഞങ്ങൾ നടത്തിയ ക്യാമ്പയിൻ, മലമ്പുഴ ഡാം ഉണ്ടായിട്ട് പോലും മലമ്പുഴയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ കഴിയുന്നില്ല. അത് 60 വർഷം ഒരേ പാർട്ടിയുടെ ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടാണ്. മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, ധനകാര്യ വകുപ്പ് മന്ത്രി ഉണ്ടായിട്ട്, എന്നിട്ട് പോലും അവിടുത്തെ കുടിവെള്ള പ്രശ്നം പോലും പരിഹരിച്ചില്ല എന്നുള്ള ഞങ്ങളുടെ ക്യാമ്പയിൻ സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ എത്ര മണ്ഡലം BJP കിട്ടും എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ? 6 മണ്ഡലങ്ങൾ വലിയ മുന്നേറ്റമുള്ള മണ്ഡലങ്ങളാണ്. ഒന്ന് പാലക്കാട്, മലമ്പുഴ, അതുപോലെ തന്നെ നെന്മാറ, കോങ്ങാട്, ഷൊർണൂർ, ഒറ്റപ്പാലം. ഈ മണ്ഡലങ്ങളിൽ സംഘടനാപരമായിട്ട് ഞങ്ങൾക്ക് വലിയ അടിത്തറയുണ്ട്. ആ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ ഞങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതാണ്. ഇത്തവണ ഞങ്ങൾ ആ മുന്നേറ്റം ഞങ്ങളെ വിജയത്തിൽ എത്തിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ സുനിലിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, പാലക്കാട്.